നമസ്കാരം, ഞാൻ ആര്യ. എല്ലാവരും സുഖമായിട്ടിരിക്കുകയെന്ന് വിചാരിക്കുന്നു. ഇന്ന് നമുക്കൊരു വ്ളോഗാണ്, ഒരു ഇൻകംപ്ലീറ്റ് വ്ളോഗാണ് കേട്ടോ. ആദ്യമേ പറഞ്ഞു തന്നെ തുടങ്ങാം. ഓക്കെ, ഇത് ഒരു ഈവനിങ് വ്ളോഗ് മാതിരിയാണ് ഞാൻ ഉദ്ദേശിച്ചത്, പക്ഷേ എല്ലാം ഒന്നും എടുത്തിട്ടില്ല. ഓക്കെ, അപ്പോൾ ഇത് അവ്യക്കുട്ടി ഉച്ചയ്ക്ക് ഉറങ്ങുന്ന സമയം മുതലാണ് ഞാൻ വ്ളോഗ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ഞാൻ ചോക്ലേറ്റാണ് കേട്ടോ കഴിക്കുന്നത്. ഞാൻ ചോക്ലേറ്റ് കഴിക്കും, സ്വീറ്റ്സ് കഴിക്കും, എല്ലാം കഴിക്കാറുണ്ട്. എന്നോട് ചോദിക്കാറുണ്ട് ഡയറ്റിംഗ് ആണോ എന്നൊക്കെ. അങ്ങനെ ഒന്നുമില്ല, അതുകൊണ്ട് കൂടിയാണ് ഞാനത് കാണിച്ചത് കേട്ടോ. പക്ഷേ എനിക്കൊരു കൺട്രോളുണ്ട്, ഞാനങ്ങനെ എപ്പോഴും കഴിക്കാറില്ല. ഓക്കെ, അപ്പോൾ ദേ നിങ്ങൾ എൻ്റെ വാർഡ്രോബൊക്കെ കണ്ടല്ലോ, ആകെ മൊത്തം മെസ്സായിട്ടിരിക്കുകയാണ്. ഒരു ഹോൾ വീഡിയോ ഒക്കെ കഴിയുമ്പോൾ ഇതാണ് അവസ്ഥ. ഇതിപ്പോൾ അടുപ്പിച്ച് കുറേ ഹോൾ വീഡിയോസ് കഴിഞ്ഞതുകൊണ്ട് കുറച്ചധികം ഉണ്ടായിരുന്നു ഒതുക്കാനും ഒക്കെ ആയിട്ട്. അപ്പോൾ ഇത് ബ്ലൗസ് ഹോൾ ചെയ്തതിൻ്റെ ബാക്കി പത്രമാണ് കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ വീഡിയോസൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട്, ഹോൾ വീഡിയോസ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഈ ടാഗൊക്കെ റിമൂവ് ചെയ്യുള്ളൂ. കാരണം നമുക്ക് വീഡിയോസിൽ കാണിക്കേണ്ടതായിട്ട് വരുമല്ലോ. അപ്പോൾ അതുകൊണ്ട് എല്ലാം കഴിഞ്ഞിട്ട് മാത്രമേ ഞാൻ ഇത് റിമൂവ് ചെയ്ത് കളയാറുള്ളൂ. അപ്പോൾ അങ്ങനെ ഞാൻ എല്ലാം തിരിച്ചൊക്കെ എടുത്ത് വെക്കുമായിരുന്നു. എല്ലാത്തിൻ്റെയും ടാഗൊക്കെ എടുത്ത് മാറ്റി. പിന്നെ എനിക്ക് 1-2 റിട്ടേൺ ചെയ്യാനുണ്ടായിരുന്നു. ഞാൻ ആ വീഡിയോയിലും കാണിച്ചിട്ടുണ്ട്. 1-2 സൈസിൻ്റെ ഇഷ്യൂ ഉള്ളതുകൊണ്ട് എക്സ്ചേഞ്ചും അതുപോലെ ഒരെണ്ണം എൻ്റെ സൈസിന് ഇല്ലായിരുന്നു. അപ്പോൾ പിന്നെ റിട്ടേൺ തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെയൊക്കെ ഉള്ളത് എല്ലാം സോർട്ട് ചെയ്ത് മാറ്റിയൊക്കെ വെക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ ഈ ഒരു ബ്ലൗസ് ഇതെനിക്ക് കറക്റ്റ് സൈസ്, എൻ്റെ സൈസ് അവൈലബിൾ അല്ല. അപ്പോൾ പിന്നെ ഞാൻ എന്തായാലും വീഡിയോയിൽ ഞാൻ ഇട്ട് കാണിക്കുന്നില്ല. അപ്പോൾ ഞാനത് റിട്ടേൺ ചെയ്യാനായിട്ട് തിരിച്ച് പാക്ക് ചെയ്തൊക്കെ വിൽക്കുകയാണ്. പിന്നെ കുറേ കവറും കുറേ പ്ലാസ്റ്റിക് കവേഴ്സും ഒക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ എടുത്ത് എല്ലാം കൂടി ഇങ്ങനെ എന്താ പറയുക, അൽമാരിയിൽ ഫുൾ ഇതായിരുന്നു. ഒന്നും അങ്ങനെ ക്ലീൻ ചെയ്യാനായിട്ടൊന്നും പറ്റിയില്ല. കുറേ ദിവസമായിട്ട് വയ്യാണ്ടായിപ്പോയി. അതിനായിട്ടൊക്കെയാണ് ഈ വീഡിയോസൊക്കെ ചെയ്തത്. അപ്പോൾ ജസ്റ്റ് വീഡിയോസ് ചെയ്യും, അതുപോലെ എടുത്ത് വെക്കും, അങ്ങനെയൊക്കെ ആയിരുന്നു. ഒരു ആകെ അലമാരി കണ്ടാൽ സത്യം പറഞ്ഞാൽ ബോധം പോകുന്നൊരവസ്ഥയായിരുന്നു. ഓക്കെ, അപ്പോൾ അങ്ങനെ എല്ലാം കുറേയൊക്കെ ചെയ്തിട്ടുണ്ട്, എല്ലാം ഒന്നും ചെയ്തിട്ടില്ല. ഓക്കെ, കുറച്ച് ടൈം എടുക്കും. ഈ പറഞ്ഞ പോലെ ഇപ്പോഴും അങ്ങോട്ട് ഓക്കെ ആയിട്ടില്ല. ഓക്കെ, വയ്യാണ്ട് സൗണ്ടൊക്കെ ഇപ്പോഴും അത്രയ്ക്ക് അങ്ങോട്ട് ആയിട്ടില്ല. അപ്പോൾ ഞാൻ അതൊക്കെ കഴിഞ്ഞിട്ട് കുളിക്കാനുള്ള പരിപാടി നോക്കുകയാണ്. അപ്പോൾ ഫേസ് വാഷ് ചെയ്തു, നമ്മുടെ ഡെർമാവൈവിൻ്റെ ഫേസ് വാഷ് വെച്ചിട്ട്. പിന്നെ ഒരു കുട്ടി സ്കിൻ കെയർ സിമ്പിളായിട്ടുള്ള, ഞാൻ ഫസ്റ്റ് ടോണർ അപ്ലൈ ചെയ്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെ റോസ് വാട്ടറാണ് പ്ലമ്മിൻ്റെ. അത് കഴിഞ്ഞിട്ടൊരു ലിപ് ബാം, പിന്നെ ന്യൂട്രിഡോമിൻ്റെ ഈ ഒരു മോയ്സ്ചറൈസർ. ഇത്രയേ ഉള്ളൂ. കഴിവതും സിമ്പിളായിട്ട് വയ്ക്കാൻ നോക്കാറുണ്ട്. ഞാൻ വൈകിട്ടാണ് കേട്ടോ കുളിച്ചത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെ ഞാൻ സൺസ്ക്രീനൊന്നും ഇട്ടില്ല. പിന്നെ ഇവിടെ ഈ ചെവിയുടെ ഭാഗത്തൊക്കെ അങ്ങ് ഡ്രൈ ആവുന്നതുകൊണ്ട് അവിടെയും മോയ്സ്ചറൈസർ ഒക്കെ ഒന്ന് ഇട്ടിട്ടുണ്ട്. അതിനുശേഷം ഒരു ചായ കുടിക്കാം. അങ്ങനെ ചായ ഇടാനുള്ള പരിപാടിയാണ്. അപ്പോൾ ഞാൻ ചായ, എനിക്ക് സാധാരണ ചായ ഇഷ്ടമല്ല. ഞാൻ ഏലക്ക, ഇഞ്ചി, ഇന്നിപ്പോൾ ഇഞ്ചി കിട്ടിയില്ല, അപ്പോൾ ഏലക്കയെങ്കിലും ഇട്ടിട്ട് കുടിക്കാറുണ്ട് കേട്ടോ. അന്ന് ബിരിയാണി ആയിരുന്നു. അപ്പോൾ അതേ കണ്ടോ, ഡയറ്റിംഗ് ഒന്നും അല്ല, ഞാൻ അതിനൊക്കെ വേണ്ടിയിട്ടാണ്. ഡയറ്റിംഗ് ഒന്നും അല്ല കേട്ടോ. ഇതങ്ങനെ ഒരു കൺട്രോളുണ്ട്, പക്ഷേ അങ്ങനെ വേണമെന്ന് വെച്ച് ഞാൻ വെയിറ്റ് കുറയ്ക്കുന്നതൊന്നുമല്ല. ഓക്കെ, അപ്പോൾ അങ്ങനെ ചായ കുടിയൊക്കെ കഴിഞ്ഞു. അത് കഴിഞ്ഞ് അവ്യക്കുട്ടി ഇതിനിടയ്ക്ക് എണീറ്റു കേട്ടോ. അതൊക്കെ ഇതിൻ്റെ ഇടയ്ക്കൂടെ ഒക്കെ നടക്കും. അതുകൊണ്ടാണ് പലതും എടുക്കാൻ പറ്റാത്തത്, പല ക്ലിപ്പിങ്സൊക്കെ. അവളിടയ്ക്ക് ഒന്ന് മാറുന്ന സമയത്താണ് ഇതുപോലെ വീഡിയോയുടെ കാര്യങ്ങളൊക്കെ നോക്കുന്നത്. അപ്പോൾ ഞാൻ അന്ന് എനിക്കൊരു വീഡിയോ ഉണ്ടായിരുന്നു, അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഓക്കെ, പിന്നെ ഇങ്ങനെ കുറച്ച് തിരക്കുള്ളത് കൊണ്ടാണ് നിങ്ങളുടെ കമൻസിനൊക്കെ റിപ്ലൈ കുറച്ച് ഡിലേ ആവുന്നത്. എന്നാലും ഞാൻ മിസ്സാക്കാണ്ടിരിക്കാൻ നോക്കാറുണ്ട് കേട്ടോ മാക്സിമം. ഹലോ, ഞാൻ നമ്മുടെ ഒരു വീഡിയോ ഒന്ന് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്, അപ്പോൾ അത് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ ഒരു വീഡിയോ ഒന്ന് അപ്ലൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കാര്യം നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. മാമ-എർത്തിൻ്റെ ഒരു സ്കിൻ കെയർ റേഞ്ചാണ് കേട്ടോ. അവരുടെ റൈസ് വാട്ടർ റേഞ്ചിൽ വരുന്ന പ്രോഡക്റ്റ്സ്. അപ്പോൾ എനിക്കതിൽ സ്ക്രബ്, ഞാനത് പറയുന്ന പോലെ സ്ക്രബ് അടിപൊളിയാണ്. നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അപ്പോൾ അതിൻ്റെ കാര്യമൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ പ്രത്യേകിച്ചൊന്നും ഇല്ല കേട്ടോ. ഇതൊരു ഈവനിങ് വ്ളോഗായിട്ടാണ് ചെയ്യുന്നത്. പക്ഷേ ആസ് യൂഷ്വൽ എല്ലാം ഒന്നും എടുക്കുന്നില്ല.
ഇതിപ്പോൾ എങ്ങനെയായിട്ട് വരുമെന്ന് എനിക്കറിയില്ല. അവിടുന്ന് ഇവിടുന്നൊക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ എടുക്കുന്നുള്ളൂ. കുറച്ചൊരു മടി പിടിച്ചങ്ങനെ ഇരിക്കുകയാണ്. കുറച്ച് ദിവസമായിട്ട് ഭയങ്കര എന്താ പറയുക, ഹോൾ വീഡിയോസും കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസും അങ്ങനെ നേരെ ഉറങ്ങിയിട്ടുമില്ല. അപ്പോൾ ഇന്നലെ ഇന്നൊക്കെ സുഖമായിട്ട് ഉറങ്ങി അങ്ങനെ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാണ്ട് ഇന്നിപ്പോൾ കുറച്ച് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തു. അങ്ങനെ ഇരിക്കുകയാണ്. ഇപ്പം എൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞു. ഇതിപ്പം ഞാൻ ഷട്ടാൻ ചെയ്യട്ടെ. ഈ വ്ളോഗ് എങ്ങനെയാണ് എൻഡ് ചെയ്യാൻ പോകുന്നതെന്ന് എനിക്ക് വലിയ പിടിയില്ല. അപ്പോൾ നമുക്ക് നോക്കാം. ഓക്കെ, ഇത് കഴിഞ്ഞപ്പോൾ പിന്നെ അവിയക്കുട്ടി വന്നു, അവൾക്ക് ഫുഡ് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ അവളുടെ കൂടെ ഇരുത്തി കുറച്ച് കളിക്കും. അവൾ രാത്രി ആയിക്കഴിഞ്ഞാൽ പിന്നെ പുറത്ത് പോയി കളിക്കാൻ പറ്റില്ലല്ലോ, വൈകിട്ടൊക്കെ പുറത്തുനിന്ന് കളിക്കും. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ രാത്രി ആകുമ്പോൾ പിന്നെ അകത്തിരുത്തി ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് കളിപ്പിച്ചൊക്കെ ഇരിക്കാറുണ്ട്. ഭയങ്കര ബുദ്ധിമുട്ടാണ് പിടിച്ചകത്തിരുത്തുക എന്ന് പറയുന്നത്, വലിയൊരു ടാസ്ക്കാണ്. ഓക്കെ, അപ്പോൾ ഈ വ്ളോഗ് ഞാൻ പറഞ്ഞതുപോലെ ഇൻകംപ്ലീറ്റ് ആണ്. എന്നാലും ഞാൻ മാക്സിമം നോക്കാം കേട്ടോ. നല്ല വ്ളോഗ്സ് കുറച്ചുകൂടി വ്ളോഗ്സ് ചെയ്യാനായിട്ട് ഞാൻ ശ്രമിക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇനി അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. താങ്ക് യു.